മനുഷ്യൻ ഭാഗ്യവാൻ. നോക്കിക്കേ, ലോകപ്രകാരം എല്ലാവരും ഓർക്കും, നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഭാഗ്യകരമായ അനുഭവമാണെന്ന്, നല്ല ജോലി ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യകരമാണെന്ന് നമ്മൾ മാനുഷികമായി ചിന്തിക്കും. നല്ല സാമ്പത്തികം ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യകരമായ അനുഭവമാണെന്ന് നാം മാനുഷികമായി ചിന്തിക്കും. അല്ലെങ്കിൽ നമ്മുടെ കേരള സർക്കാരിന്റെയോ മറ്റേതെങ്കിലും ലോട്ടറി ടിക്കറ്റ് ഒരു മനുഷ്യൻ അടിക്കുകയാണെങ്കിൽ അവൻ ഭാഗ്യവാനാണെന്ന് ലോകം വിധിയെഴുതും. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്ന ഭാഗ്യം ഇതൊന്നുമല്ല. ബലം നിങ്ങളുടെ മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കഴിഞ്ഞ ദിവസം വളരെ വേദനാജനകമായ ഒരു വാർത്ത നമ്മൾ കണ്ടു. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ അതിന്റെ ഉടമസ്ഥനായിരുന്ന വളരെ 800 കോടിയുടെ സമ്പത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ തന്റെ കരങ്ങളിലുണ്ടായിരുന്ന പിസ്റ്റൾ ഉപയോഗിച്ച് തന്റെ തലയിലേക്ക് തന്നെ വെടിയുതിർത്ത അദ്ദേഹം ആത്മഹത്യ ചെയ്തു. കോടികളുടെ സമ്പത്ത്, ആഡംബര കാറുകൾ, ആഡംബര ഫ്ലാറ്റുകൾ, കോടികളുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ, ഇതെല്ലാം വിട്ടിട്ട് ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട വാങ്ങി. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഈ ലോകത്തുള്ള സകല മനുഷ്യനും പറഞ്ഞു, എന്ത് ഭാഗ്യവാനായ ഒരു മനുഷ്യനാ, എത്ര ഭാഗ്യകരമായ ജീവിതമാ, എത്ര ഭാഗ്യകരമായ സമ്പന്നമായ ജീവിതമാ എന്നൊക്കെ കരുതി. പക്ഷെങ്കിൽ നോക്കിക്കേ, തന്റെ ജീവിതത്തിന് സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ തന്റെ ജീവിതം പാതി വഴിക്ക് വെച്ച് താൻ സമ്പാദിച്ചതും വെട്ടിപ്പിടിച്ചതും കൂട്ടിവെച്ചതും ഒക്കെ വിട്ടെറിഞ്ഞിട്ട് ഉലകത്തോട് യാത്ര പറഞ്ഞ് ആറണ്ടിൽ മണ്ണിലേക്ക് മനുഷ്യൻ നീങ്ങിയപ്പോൾ ഓർക്കുക, ഈ ഉലകത്തിൽ കാണുന്നതൊന്നുമല്ല ഭാഗ്യം. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട്. ഉലകത്തിൽ നിലനിൽക്കാത്തതും ഇന്ന് കണ്ട് നാളെ നശിക്കുന്നതുമായ ഒന്നിലും നിങ്ങൾ ആശ്രയിക്കരുത്. അത് ഭാഗ്യമല്ല, അതൊക്കെ ഇവിടം കൊണ്ട് തീരുന്നത്. പക്ഷേ നിലനിൽക്കുന്ന ഒന്നിനു വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തെ ഇന്ന് നമ്മൾ കരങ്ങളുയർത്തി പറയണ, ഞാനാണ് ഉലകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന്. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന്, നിത്യനരകത്തിൽ നിന്ന് രക്ഷിതാവായ കർത്താവിലേക്ക് കൃപയാലുള്ള നീതീകരണം പ്രാപിച്ച ഓരോ ദൈവമക്കളുമാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാർ. ആമേൻ. ഒന്ന്, ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. എന്താ ഈ ബലം? ഈ ലോകത്തിൽ ബലം സമ്പാദിക്കാൻ വേണ്ടി മനുഷ്യൻ പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. ഇന്ന് ഒത്തിരി ഡ്രിങ്ക്സുകളൊക്കെ അതിനു വേണ്ടിയുള്ള ഡ്രിങ്കുകളൊക്കെ ഉണ്ട്, അല്ലേ? ഇനി ഹോർലിക്സ് ഉണ്ട്, ബോൺവിറ്റ ഉണ്ട്. അങ്ങനെ ബലം വർദ്ധിപ്പിക്കാനും ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഒത്തിരി പോഷക സമൃദ്ധമായ ഫുഡുകളുണ്ട്. പക്ഷെ ഇതെല്ലാം തരുന്ന ബലം ഇവിടം കൊണ്ട് തീരുന്ന ബലമാണ്. ആരോഗ്യം ഇവിടം കൊണ്ട് തീരുന്നതാണ്. പക്ഷെങ്കിൽ ദൈവം തരുന്ന ഒരു ആത്മീയ ബലമുണ്ടല്ലോ, അത് നമ്മെ നിൽക്കുന്ന വരെ നിലനിർത്തുന്നതാണ്. ദൈവമക്കളായ നമ്മൾ നടക്കുന്നത് നമ്മുടെ മാനുഷിക ബലത്തിൽ മാത്രം ആശ്രയിച്ചല്ല, നമ്മുടെ ബലം ഉയരത്തിന് ലഭിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഉപവസിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലും കളക്ടറേറ്റ് പഠിക്കലും ഉപവാസ സമരങ്ങൾ നടത്തും. 6 മണി വരെ, രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ അവർ ഉപവാസത്തിന്റെ ടൈം. ഈ സമയത്ത് ഈ ഉച്ചവരെ ആകുമ്പോൾ നമ്മുടെ കരുത്തുറ്റ നേതാക്കന്മാരൊക്കെ ക്ഷീണിച്ച് വളരെ അവശ നിലയാകും. ഒരു 4 മണി ആകുമ്പോഴത്തേക്ക് പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ താങ്ങി എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ട് 2 കുപ്പി ഗ്ലൂക്കോസ് ശരീരത്തിൽ കയറ്റുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ കരുത്തന്മാരായ നേതാക്കന്മാരെ തല നേരിടുന്നത്. പക്ഷേ നമ്മൾ ദൈവമക്കളായ നമ്മള് 3 ദിവസം ഉപവസിക്കും, 7 ദിവസം ഉപവസിക്കും, 21 ദിവസം ഉപവസിക്കും. നമുക്ക് ഇതുപോലൊരു ഗതികേട് വരാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ലോകത്തിന്റെ ഫുഡിന്റെ ബലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ അകത്തൊരു ബലമുണ്ട്, അത് ദൈവിക ശക്തിയുടെ ബലമാണ്. അതുകൊണ്ട് ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ഇനി ഈ വാക്യത്തിലെ 3 വാക്കുകൾ: 1 ഭാഗ്യം, 2 ബലം, 3 പെരുവഴി. ഭാഗ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ലോകത്തിൽ കാണുന്നതൊന്നുമല്ല ഭാഗ്യം, ഇതെല്ലാം ഇവിടെ കൊണ്ട് നിൽക്കുന്നതാണ്. യഹോവ ദൈവമായിരിക്കുന്ന ജാതി ഭാഗ്യമുള്ളതാണ്. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യമുള്ളവരാണ്. യഹോവയുടെ വചനം വായിക്കുന്നവൻ, വായിച്ച് കേൾപ്പിക്കുന്നവർ, അവർ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്.
വഴി കൊണ്ട് ഉപേക്ഷിച്ച് ലോകത്ത് മടങ്ങുമ്പോൾ പ്രതിസന്ധി വന്നിട്ടും പ്രതികൂലം വന്നതും കൊടുങ്കാലം മറ്റുപോലെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടും ഇന്നും നമ്മൾ പിടിച്ചു നിൽക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? മാനുഷികമല്ലാത്തൊരു ബലം എന്നെ നിങ്ങളുടെ അകത്തുണ്ട്. ആ ബലമാണ് ധൈര്യത്തോടെ നടത്തുന്നത്. അത് നിത്യത വരെ നമ്മെ നടത്തും. ഈ അടുത്തത് പെരുവഴി എന്ന വാക്ക. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്. ഈ ഭാഗ്യവാനായ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം ഒരു വഴി വെച്ചിട്ടുണ്ട്. ഈ വഴി വിശാലമായ ഒരു വഴിയാണ്. ഈ വഴി എവിടെ ചെന്നെത്തുന്ന വഴിയാണ്? സിയോൻ വരെ ചെന്നെത്തുന്ന വഴിയാണ്. ദൈവ രാജ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന വഴിയാണ്. ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ കേരളത്തിലെ ചുറ്റുപാട് ഞാൻ പറയും, ഇവിടുത്തെ സിറ്റുവേഷനിലല്ല. കേരളത്തില് നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇന്നാണ് ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ, അതിന് മുമ്പ് നമ്മൾ പോകുമ്പോൾ വാഹനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യും? വഴി ചോദിച്ചു പോകും, അല്ലേ? നമ്മുടെ വായിലാണ് വഴിയിരിക്കുന്നത്. ഈ കേരളത്തിന് പുറത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ ബോർഡുകൾ കാണും. ഇന്ന സ്ഥലത്തേക്ക് ഇത്ര കിലോമീറ്റർ ബോർഡുകൾ കാണും. അപ്പോ കേരളത്തിന് പുറത്തൊക്കെ സഞ്ചരിക്കുന്നവര് അവരുടെ കണ്ണിലാണ് വഴിയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, കേരളത്തിൽ സഞ്ചരിക്കുന്നവരുടെ വായിലാണ് വഴിയിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് സഞ്ചരിക്കുന്നവരുടെ കണ്ണിലാണ് വഴിയിരിക്കുന്നത്. സ്വർഗീയ സിയോനിലേക്ക് സഞ്ചരിക്കുന്ന ദൈവജനത്തിന്റെ ഹൃദയത്തിലാണ് ദൈവം വഴി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള പെരുവഴി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ സന്തോഷത്തോടെ നിങ്ങളുടെ മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ ദൈവത്തെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നു. ദീർഘദൂരങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്നവർ മരുഭൂമിയുടെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് തളർന്നിരിക്കുമ്പോൾ അവർ ദൈവത്തോട് കുഴികൾ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും, കർത്താവേ നിങ്ങളുടെ ദാഹം ശമിപ്പിക്കാനുള്ള വെള്ളം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മഴയയച്ച് അവർക്ക് വേണ്ടി ആ കുഴികളെ നിറയ്ക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ പാലം ചെയ്യുകയാണ്. ഇന്ന് പകരം ആത്മീയ ദൂതം പറയാ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ